നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും ഗീതാഹൃദയത്തിലേക്ക് സ്വാഗതം. പ്രഭാത വന്ദനം. ന ഗുരുരധികം തത്വം ന ഗുരുരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സാഖ്യയോഗത്തിൻ്റെ അധ്യായം 2 ശ്ലോകം 27 വരെയാണ് ശ്രദ്ധിച്ചത്. ജീവാത്മാവിൻ്റെ സവിശേഷതകളെല്ലാം അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മരണത്തിനെ പറ്റി നീ എന്തിനു ദുഃഖിക്കുന്നു എന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അതിൻ്റെ തുടർന്നുള്ള ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 27. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യവ തത്ര കാ പരിദേവന. ശ്ലോകം 28 കേട്ടോ. ഇതിൽ ഭഗവാൻ പറയുന്നത്, ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, അല്ലയോ ഭാരത, ഈ സംസാരത്തിലെ പ്രാണികളുടെ ആദി അവ്യക്തമാണ്, അന്തവും അവ്യക്തമാണ്. കേവലം മധ്യത്തിൽ മാത്രം ഇത് വ്യക്തമായിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള ഈ രഹസ്യമയമായ ജീവാത്മാവിനെക്കുറിച്ച് എന്തിനു നീ വിലപിക്കണം? ജീവാത്മാവിൻ്റെ ആദി നീ അറിയുന്നില്ല, മധ്യത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നാം അറിയുന്നത്. അങ്ങനെയുള്ള ജീവാത്മാവിനെക്കുറിച്ച് നീ എന്തിനാണ് ദുഃഖിക്കേണ്ടത് എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്. ഇതേ കാഴ്ചപ്പാട് ഗീതയിൽ തന്നെ 8-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകത്തിലും കാണാം. അവിടെ അവ്യക്താത് വ്യക്തയ പ്രളീയതേ എന്നീ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗീത അടങ്ങിയ മഹാഭാരതത്തിൽ സ്ത്രീപർവത്തിൽ 2-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകത്തിൽ അഭാവാദിനി ഭാവമധ്യാനി അഭാവനിധനാനി എന്നീ വാക്കുകൾ സുലഭമായി കാണാം. ജീവികൾ അഭാവാദികളാണ്, ജനിക്കുന്നതിന് മുമ്പ് അവയെപ്പറ്റി അറിയുന്നില്ല. അവ അവഭാവ മധ്യങ്ങളാകുന്നു, ഇടയ്ക്ക് വെച്ച് മാത്രം അറിയപ്പെടുന്നു, പിന്നെ അവ ഭാവാന്തരങ്ങൾ തന്നെയായിത്തീരുന്നു. അതിനെന്തിന് നീ ദുഃഖിക്കുന്നു എന്നാണ് മഹാഭാരതത്തിലെ പ്രസ്താവം. ആ ശ്ലോകത്തിൻ്റെ പുനരുക്തി മാത്രമാണ് ഈ ഗീതാവാക്യം. ആകാശമടങ്ങിയ മഹാഭൂതങ്ങളെക്കുറിച്ചല്ലല്ലോ അർജുനൻ്റെ ദുഃഖം. അപ്പോൾ പിന്നെ ശരീരാദികളെ സംബന്ധിച്ചുള്ള അനിത്യതയാണ് സൂചിപ്പിക്കുന്നത്. ചില വ്യാഖ്യാതാക്കൾ ഈ ശ്ലോകത്തിന് മിഥ്യാഭ്രാന്തിപൂർവമായ വിശ്വവർഗത്തെക്കുറിച്ച് ആലോചിച്ചെന്തിന് ദുഃഖിക്കുന്നു എന്ന അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. അതല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. മായ എന്ന അർത്ഥമെടുത്ത് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദി എന്തെന്നറിയാത്ത ജീവാത്മാവിനെ അതിനെക്കുറിച്ച് നീ എന്തിനു ദുഃഖിക്കുന്നു എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അർജുനനോട്. ആദിയില്ല, ആദി അറിയുന്നില്ല, അന്തവും അവ്യക്തമാണ്. മധ്യത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നാം അറിയുന്നത് ജീവാത്മാവിനെ പറ്റി. അങ്ങനെയുള്ള ഇതിനെ പറ്റി നീ എന്തിനു ദുഃഖിക്കണം അർജുന എന്നാണ്. അർജുനൻ്റെ ദുഃഖം അകറ്റാൻ വേണ്ടി ഇത്രയും നേരം ജീവാത്മാവിൻ്റെ സവിശേഷതകൾ എല്ലാം പറഞ്ഞു. ഇപ്പോൾ ജീവാത്മാവ് ആദിയും അന്തവും ഇല്ലാത്തതാണ്, അതിനെക്കുറിച്ച് നീ എന്തിനു ദുഃഖിക്കണം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അർജുനനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഭഗവാൻ. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉപദേശമായി തന്നെ കണക്കിലെടുത്ത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരിക, നമുക്ക് ഗുണം ചെയ്യും. അതുമാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ശുഭസ്ദിനം.